ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മളുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ദ്രൻ ഇങ്ങനെ നമ്മുടെ പല്ലവി മിസ്സിനെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടാണ് പല്ലവി കയറി വരുന്നത്. മിസ്സ് കയറി വന്നപ്പോഴത്തേക്ക് അടങ്ങി ഒതുങ്ങി നല്ല കുട്ടികളായിട്ട് എല്ലാവരും അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് കയറിയിരുന്നു. കയറി വന്ന് നമ്മുടെ പല്ലവി ഇന്നലെ പഠിപ്പിച്ചതൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയാൻ പറ്റുമല്ലോ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ പറയാൻ പറ്റും ടീച്ചറെ എന്ന ഡയലോഗ്. അതിനു മുൻപ് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണെന്നുള്ള കാര്യം പറയുന്നു ഇന്ദ്രൻ. ഞാനൊരു കേക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, അതെനിക്കൊന്ന് കട്ട് ചെയ്യണമെന്നും പറഞ്ഞ് നമ്മുടെ ഇന്ദ്രൻ പറഞ്ഞപ്പം സോറി എൻ്റെ ക്ലാസ്സിൽ പറ്റില്ല എന്ന് പറഞ്ഞു പല്ലവി. വൈ, എന്തുകൊണ്ട് പറ്റില്ല അത്ര തന്നെ എന്ന് തറപ്പിച്ച് പറഞ്ഞു പല്ലവി. ആനിമിസിൻ്റെ ക്ലാസ് അല്ലേ മുന്നേ കഴിഞ്ഞത്, എന്തുകൊണ്ട് അപ്പോൾ കട്ട് ചെയ്തില്ല എന്ന് ചോദിച്ചു. ഈ ക്ലാസ്സിൽ കട്ട് ചെയ്യുന്നതാ എനിക്കിഷ്ടം, അതുകൊണ്ടാണെന്ന് ഇന്ദ്രൻ പറഞ്ഞു. ഒരു കഷ്ണം കേക്ക് ഞാൻ തന്നെ മുറിച്ച് ടീച്ചറുടെ നാവിൽ വെച്ച് തരും, എനിക്കത് ഭയങ്കര ആഗ്രഹമുള്ള കാര്യമാണ് ടീച്ചറെ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ പല്ലവിക്ക് ദേഷ്യം വരുന്നുണ്ട്. ആ ഒരു ത്രില്ല് ആനിമിസിൻ്റെ ക്ലാസ്സിൽ കട്ട് ചെയ്താൽ കിട്ടുമോ? അപ്പോൾ അതെനിക്ക് ഇഷ്ടമല്ലെങ്കിലോ എന്ന് പല്ലവി ഇന്ദ്രനോട് ചോദിച്ചു. എൻ്റെ ടീച്ചറെ കേക്ക് കട്ട് ചെയ്യുന്നതിൽ എന്താ തെറ്റുണ്ട്. തന്നെ പോലെ ഒരാൾ അതിവിടെ ചെയ്യുമ്പോൾ അതിൻ്റെ ഉദ്ദേശശുദ്ധി ശരിയല്ലാത്തത് കൊണ്ട് തെറ്റുണ്ട് എന്ന് പല്ലവി തറപ്പിച്ച് പറഞ്ഞു. തനിക്ക് കേക്ക് കട്ട് ചെയ്യണമെങ്കിൽ മറ്റ് ടീച്ചേഴ്സിൻ്റെ ക്ലാസ് തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ക്യാൻറ്റീനിൽ വെച്ച് ചെയ്യാം, അത് യുവർ ചോയ്സ്. ഏതായാലും എൻ്റെ ക്ലാസ്സിൽ പറ്റില്ല, ഞാനത് അനുവദിക്കില്ല എന്ന് പല്ലവി അങ്ങ് തറപ്പിച്ച് പറഞ്ഞു. അപ്പോൾ ക്യാൻറ്റീനിൽ വെച്ചാകാലോ അല്ലേ? ആവാം. ഓ സമാധാനം, അത് മതി, അത് മാത്രം മതി എനിക്ക്. ആ ഒരു പെർമിഷനായിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത് എന്ന് ഇന്ദ്രൻ പല്ലവിയോട് പറയുക. ഈ സമയം എഴുന്നേറ്റ് ചെന്നിട്ട് അതെ, അപ്പോൾ കേട്ടല്ലോ, എല്ലാവരും കേട്ടല്ലോ, ക്യാൻറ്റീനിൽ വെച്ച് എൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണെന്നും എല്ലാവരും വരണം, ഉണ്ടാവില്ലേ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്വാതി അവിടെ കിടന്ന് തുള്ളി ഉറയുവാണ്. താങ്ക് യു എന്നും പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ എങ്ങനെ ഇരിക്കുന്നു. ഇനി നമുക്ക് ക്ലാസ് തുടങ്ങാം, ഞാൻ ഇനി മിണ്ടില്ല എന്ന് പറഞ്ഞ് പല്ലവിയുടെ മുന്നിൽ വലിയ ഷോ ഇറക്കുവാണ് ഇന്ദ്രൻ. ഈ സമയത്ത് കുട്ടികളെല്ലാവരും ചേർന്ന് നമ്മുടെ പല്ലവിയെ കളിയാക്കി ചിരിക്കുന്നു. ഇന്ദ്രനാണെ അവിടെ ഇരുന്ന് എന്തൊക്കെയാ വേഷം കെട്ടും കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പല്ലവി എല്ലാവരെയും ഇങ്ങനെ തുറച്ചു നോക്കി ഇങ്ങനെ നിൽക്കുക. ഇത് കഴിഞ്ഞു ക്യാൻറ്റീനിലേക്ക് കേക്കും പൊക്കി പിടിച്ച് ഇന്ദ്രനും കൂട്ടുകാരും കൂടെ അങ്ങനെ വരുന്നു. സ്വാതിയാണ് മുന്നിൽ, അതും നമ്മുടെ സേതുവിൻ്റെ മുന്നിൽ വന്ന് നിന്ന്. ഇന്ന് ബർത്ത്ഡേ ഒന്നും അല്ല, കള്ളത്തരം പറഞ്ഞു വന്നേക്കണതാണവൻ. എന്നിട്ട് സ്വാതിയാണ് എല്ലാത്തിനും മുൻനിരയിൽ നിൽക്കുന്നത്. ഈ സമയത്ത് നമ്മുടെ സേതു അവിടെ ഇരിക്കുന്നു, കൂടെ അവരെല്ലാവരും ഉണ്ട്. ഉണ്ണിക്കുട്ടനുണ്ട്, ഹരിയുണ്ട്, മിത്തുവേട്ടനുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ കയ്യിലൊക്കെ ആയി തുടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മിത്തുവേട്ടൻ്റെ ശരീരത്തിലേക്ക് ഈ ഷർട്ടിലേക്ക് ഇത് തേക്കാൻ ചെല്ലുവാണ് ഇന്ദ്രൻ. എന്നിട്ട് പേടിച്ചു പോയി അല്ലേ എന്ന് പറഞ്ഞൊരു കളിയാക്കലും കൂടി. ഇന്ന് എൻ്റെ ബർത്ത്ഡേയാണ്, പിന്നെ കേക്ക് കട്ട് ചെയ്യാൻ പോവുക, താങ്കളും കൂടി സഹകരിച്ചാൽ വലിയ ഉപകാരമായിരുന്നു. ഇതൊക്കെ സേതുവിനോടാ ഒന്ന് പറയണേ. സേതു ഇങ്ങനെ കേട്ടോണ്ട് അങ്ങനെ ഇരിക്കുക. സ്വാതി ആ കേക്ക് ഒന്ന് സെറ്റാക്കി വെച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് സ്വാതിയോട് പറയുമ്പോൾ റെഡിയാ എന്ന് സ്വാതിയുടെ വക ഡയലോഗ്. ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ സേതു ഇങ്ങനെ ഒരു മൈൻഡും ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ നോക്കിയിരിക്കുക. പിന്നെ അവിടെ കേക്ക് കട്ട് ചെയ്യലായി, അങ്ങനെ പാട്ടുപാടലായി, എടുത്ത് സ്വാതിയുടെ വായിൽ വെച്ച് കൊടുക്കലായി. ഇതൊക്കെ കണ്ട് സേതുവിൻ്റെ പിടിവിട്ടുപോയി. സേതു ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിങ്ങനെ ഇരിക്കും കേട്ടോ. അങ്ങനെ വായിലേക്ക് വെച്ച് കൊടുക്കുന്നു. അതായത് സ്വാതിക്കാണ് അവൻ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സേതുവിൻ്റെ പിടിവിടുന്നുണ്ട്. സേതു ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ. സ്വാതി അങ്ങോട്ട് അങ്ങ് വലച്ച് കെട്ടി അങ്ങ് വീഴുവാണ് ഇന്ദ്രേട്ടാന്നും വിളിച്ചുകൊണ്ട്. അപ്പോൾ സ്വാതി ഉള്ളത് കൊണ്ടാണ് കേക്കിന് ഇത്രയും സ്വാദ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ഇന്ദ്രൻ സ്വാതിയോട് പറയുമ്പോൾ താങ്ക് യു എന്നും പറഞ്ഞുകൊണ്ട് സ്വാതി ഇങ്ങനെ നിൽക്കുന്നു. ഇതൊക്കെ നമ്മുടെ സേതുവിന് മനസ്സിലാകാതിരിക്കും. പിന്നെ ആ ഫോൺ നമ്പർ ഒന്ന് തരണേ, ഞാൻ നേരത്തെ എടുത്ത ഫോട്ടോ സെൻഡ് ചെയ്ത് തരാമെന്ന് പറഞ്ഞപ്പോൾ ശരി എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയുന്നത്. ഇതൊക്കെ സേതു കേൾക്കാൻ വേണ്ടി ഇന്ദ്രൻ ഒച്ചയ്ക്കാണ് വിളിച്ച് പറയുന്നത്. അതിനുശേഷം ഓരോരുത്തർക്ക് കേക്കൊക്കെ കൊടുക്കുന്നു. ഇതൊക്കെ കണ്ട് സേതു ഇങ്ങനെ കലിതുള്ളി ഇരിക്കുക. ഇയാൾ എന്നിട്ട് വീണ്ടും അങ്ങോട്ടേക്ക് പോകും കേട്ടോ. സേതു വന്നൊരു കേക്ക് എടുത്ത് കഴിക്കണം മോനെ എന്നും പറഞ്ഞ് സേതുവിനെ വിളിക്കുന്നു. സേതു നേരെ നോക്കുന്നു. നിന്റെ ഈ കടയിൽ ഉണ്ടാക്കുന്നത് പോലത്തെ ലോക്കൽ സാധനമൊന്നും അല്ല ഇത് എന്ന് പറയുമ്പോഴും ഇവരൊന്നും മിണ്ടുന്നില്ല. നല്ല ഫസ്റ്റ് ക്ലാസ് ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ് മോനെ, പ്രത്യേകം പറഞ്ഞുണ്ടാക്കിയതാന്നൊക്കെ ഇന്ദ്രൻ. ഇതുപോലൊരു കേക്ക് നിന്നെപ്പോലെ ഒരുത്തൻ ജീവിതത്തിൽ ഒരിക്കലും കഴിച്ചിട്ടുണ്ടാവില്ലെന്നൊക്കെയാണ് ഇന്ദ്രൻ സേതുവിനോട് പറയുന്നതും സ്വാതി കേൾക്കാൻ വേണ്ടിയിട്ടേ. അപ്പം നിനക്ക് വേണമെങ്കിൽ വന്ന് കഴിക്കടാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ടപ്പോഴത്തേക്കും സേതു അവിടുന്ന് ഒരു ഒറ്റ എഴുന്നേക്കലും പോക്കും കൂടി. സേതുവിന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. സേതു അങ്ങ് പോയപ്പോൾ സേതു എന്നും പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ കിടന്ന് വിളിക്കുക. കേക്ക് കഴിച്ചിട്ട് പോടാ പോ എന്നും പറഞ്ഞു. പോയല്ലോ എന്നും പറഞ്ഞു ഇങ്ങനെ ഇന്ദ്രൻ എന്നിട്ട് കളിയാക്കി നിൽക്കുന്നു. ഈ സമയത്ത് ഇഷ്ടപ്പെട്ടില്ല ഞാൻ പറഞ്ഞത്, ആ പല്ലവി മിസ്സാണ് കൊടുത്തതെങ്കിലേ ഒറ്റയടിക്ക് അവനങ്ങ് കഴിച്ചാനേന്നും പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ അന്നേരം സ്വാതിയോട് പറയുന്നു. എന്ത് ചെയ്യാം, കേക്ക് കഴിക്കാനുള്ള യോഗം ഇല്ലാണ്ടായി അവന്. ഇരിക്കും എല്ലാവരും കഴിക്കുമെന്നും പറഞ്ഞുകൊണ്ട് പിന്നെ ഭയങ്കര
സ്നേഹപ്രകടനങ്ങളും കാര്യങ്ങളും. എന്നിട്ട് സ്വാതിയോട് മുട്ടി ഒരുമി ഇങ്ങനെ നിൽക്കുവാൻ. ഈ സമയത്ത് നമ്മൾ മിത്തുവേട്ടൻ അങ്ങോട്ടേക്ക് വന്നു. അതെ, ഏതായാലും ഇവിടെ ഒരു സെലിബ്രേഷനൊക്കെ നടത്തിയതല്ലേ, ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു ചെറിയ ഉപകാരം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മിത്തുവേട്ടൻ കൊടുക്കുന്നു. ഡെലീഷ്യസ് സാധനം ഒന്നും കഴിച്ചു, സാറിന് വേണ്ടി പ്രത്യേകിച്ച് ഉണ്ടാക്കിയതാണെന്നും പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ അങ്ങ് കൊടുത്തു. ഇന്ദ്രൻ താങ്ക് യു എന്നും പറഞ്ഞ് ഇങ്ങനെ കഴിക്കുന്നു. ഈ സമയത്ത് ഉണ്ണിക്കുട്ടനും ഹരിയൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. അപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ ഇങ്ങനെ നിൽക്കുന്നു. എങ്ങനെയുണ്ട് സാർ എന്ന് മിത്തുവേട്ടൻ ചോദിച്ചു. നന്നായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്, ഒരു നല്ല ടേസ്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ താങ്ക് യു സാർ, താങ്ക് യു സാറ് കഴിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മിത്തേട്ടൻ ഇവനാണെങ്കിൽ നിന്ന് വാരിക്കോരി ഇത് കഴിച്ചുകൊണ്ടിരിക്കാം. ഇത് കണ്ടപ്പോൾ ഹരിക്കും ഉണ്ണിക്കുട്ടനും ദേഷ്യം വന്നു. ഇവൻ എന്തു പണി കാണിക്കുന്നത് എന്ന ചിന്തയിൽ അവരവിടെ അങ്ങനെ നിൽക്കുക കേട്ടോ. അതേസമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ സേതുവിനെയാണ്. സേതു ഇങ്ങനെ വിഷമിച്ച് അവിടെ നിൽക്കുമ്പോൾ പല്ലവി ആനിമിസും കൂടെ അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ ശരി, ഞാനെന്നാൽ നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആനിമിസ് അങ്ങോട്ടേക്ക് പോയി. ആനിമിസ് അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ പല്ലവി സേതുവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് കഴിഞ്ഞോ അയാളുടെ ജന്മദിനാഘോഷം എന്ന് ചോദിച്ചു. നടക്കുന്നുണ്ട് എന്ന് സേതു പല്ലവിയോട് പറഞ്ഞു. അപ്പോൾ ഷോയ ഇന്ന് അയാളുടെ ബർത്ത്ഡേ ഒന്നും അല്ല എന്നും ആപ്ലിക്കേഷനിൽ കൊടുത്ത ഡേറ്റൊക്കെ ഞാൻ നോക്കിയായിരുന്നു, അത് വേറെ ഏതോ ഒരു ദിവസമാണെന്ന് പറഞ്ഞു. അപ്പോൾ സ്വാതിയെ വെച്ചിട്ടാണ് അവൻ കളിക്കുന്നത്, അതാണ് എൻ്റെ സങ്കടം എന്ന് നമ്മുടെ സേതു ഇങ്ങനെ പല്ലവിയോട് പറഞ്ഞു. അവളാണെങ്കിലോ എൻ്റെ കൈ ധരിച്ച് വന്നതാണെന്ന് സേതു പറയുക. പിന്നെ ശ്രീഹരി തടഞ്ഞതുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്നെ തോപ്പിക്കാൻ വേണ്ടി അവൻ്റെ കൂടെ നിന്ന് കൊടുക്കുക അവളെന്നും പറഞ്ഞുകൊണ്ട് പറയണു. തല്ലി ഓടിച്ചേനെ ഞാൻ അവനെ എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും വേണ്ട സേതുവേട്ടാ, അങ്ങനെ ചെയ്താലേ അയാൾ തന്നെയാണ് ജയിക്കാൻ പോകുന്നത് എന്ന് പല്ലവി സേതുവിനോട് പറഞ്ഞു. എന്തിനാണ് അയാൾ അത് ക്യാൻറ്റീനിൽ വെച്ച് നടത്തിയതെന്ന് സേതുവേട്ടൻ അറിയോ? ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രമല്ല, സേതുവേട്ടനെ പ്രകോപിപ്പിക്കാൻ വേണ്ടി കൂടി അവൻ ആ പ്രവൃത്തി ചെയ്തിരിക്കുന്നത്. സേതുവേട്ടൻ അയാളെ തല്ലണം. തല്ലിയാലേ ആ നിമിഷം സേതുവേട്ടൻ്റെ ക്യാൻറ്റീൻ കോൺട്രാക്റ്റ് കട്ടാകും. ഈ കോളേജിൽ നിന്ന് സേതുവേട്ടൻ പുറത്താവുകയും ചെയ്യും. അതാണ് അവൻ്റെ ഉദ്ദേശം. അവിടെ കൊണ്ട് പ്രശ്നങ്ങൾ തീരില്ലല്ലോ സ്വാതി. അവളുടെ മനസ്സിൽ അയാളോട് സിമ്പതി തോന്നും. പിന്നെ അയാൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കും. അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. സിമ്പതി കൂടി നമ്മൾ ആഗ്രഹിക്കാത്തൊരു തലത്തിലേക്ക് ആ ബന്ധം വളർന്നാൽ ആർക്കാ അതിൻ്റെ നഷ്ടം എന്ന് ചോദിക്കുന്നു സേതുവിനോട് പല്ലവി. അതുകൊണ്ട് ദേഷ്യമൊക്കെ സേതുവേട്ടൻ നിന്ന് നിയന്ത്രിക്കണം. അപ്പോൾ മറ്റൊന്നും എനിക്ക് പ്രശ്നമല്ല, പക്ഷേ എൻ്റെ അനിയത്തി, അവളെ തൊടാൻ ഞാൻ സമ്മതിക്കില്ല. എങ്ങനെയാ പല്ലവി അവനും സ്വാതിയും അടുത്ത് പെരുമാറുന്നത് കണ്ടിട്ട് എനിക്ക് മാറി നിൽക്കാനോ സഹിച്ചു നിൽക്കാനോ പറ്റുന്നത് എന്ന് സേതു പല്ലവിയോട് ചോദിക്കുക. ഞാനൊരു ഏട്ടനല്ലേ, അപ്പോൾ സഹിക്കണം സേതുവേട്ടാ. അയാൾ ശരിക്കും ആരാണെന്ന് സ്വാതി സ്വയം തിരിച്ചറിയുന്നത് വരെ നമ്മൾ ക്ഷമിക്കണമെന്ന് പറഞ്ഞു. സ്വാതി അവൻ വലയിലാക്കി പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കില്ലല്ലോ, സംഭവിക്കാൻ നമ്മൾ സമ്മതിക്കില്ലല്ലോ എന്ന് സ്വാതിയെക്കുറിച്ച് പറയാം. അങ്ങനെ സംഭവിക്കട്ടെ, സ്വാതിയെ തിരുത്താൻ നമ്മളും ശ്രമിക്കുമെന്ന് പറഞ്ഞിട്ട് ഇവർ നിൽക്കുമ്പോൾ ഒരു ഗുഡ് ന്യൂസ് ഉണ്ടെന്ന് പറഞ്ഞ് മിത്തുവേട്ടനും ഹരിയും കൂടെ വന്നു. നമ്മുടെ ക്യാൻറ്റീനിൽ വെച്ച് കേക്ക് കട്ട് ചെയ്തതിന് അവനൊരു 8ൻ്റെ പണി ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരിങ്ങനെ നോക്കുക എന്താ അത് എന്നുള്ളതിൽ. അപ്പോൾ ഫലൂഡ, അവൻ കഴിച്ച ഫലൂഡയിലെ നമ്മുടെ മിത്രേട്ടൻ്റെ സ്വയം എന്നും ഉണ്ടാക്കുന്ന ചേരുവകളുണ്ടായിരുന്നു. പിന്നെ സ്വയമായിട്ട് കുറച്ച് ചേരുവകളും കൂടെ അങ്ങ് കൂട്ടി അങ്ങ് ചേർത്തു. അവൻ ഇനി ആകാശത്തും അല്ല ഭൂമിയിലും ആയിരിക്കത്തില്ല, പറന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇത് പറഞ്ഞപ്പോൾ പല്ലവിക്ക് സന്തോഷമായി. പല്ലവി നിന്ന് ചിരിക്കുക. പിന്നെ കാണിക്കുന്ന ഇന്ദ്രനെ കേട്ടോ. ഇന്ദ്രൻ ബാത്റൂമിൽ കയറുന്നു ഇറങ്ങുന്നു. ഇന്ദ്രൻ്റെ ഏട്ടവാട് തീർത്ത് വിട്ടു. ഈശ്വരാന്ന് പറഞ്ഞു ഓടറാ ഓട്ടം. ഈ സമയത്ത് ക്ലാസ്സിൽ ചെന്നിരിക്കുന്നു ഇന്ദ്രനോട് കൂട്ടുകാരികൾ സ്വാതിയും ഒക്കെ കൂടെ ചോദിച്ചു, എന്തു പറ്റി ഇന്ദ്രേട്ടാ? ഒന്നുമില്ല പറയാൻ പറ്റത്തില്ലല്ലോ, വയറിളക്കമാന്ന്. അപ്പോൾ ക്യാരി ഓൺ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്ദ്രൻ ഈ സമയത്ത് അവിടെ ഇരുന്ന് ഇവരോട് വർത്താനം പറഞ്ഞിട്ട് അവിടെ നിന്നും ജീവനും കൊണ്ട് ഇറങ്ങി ഓടി ഇന്ദ്രൻ. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ രാത്രിയായി. നമ്മുടെ പൊന്നുമടമാണ് കാണിക്കുന്നത്. പൊന്നുമടത്തിൽ നമ്മുടെ സേതു ഇങ്ങനെ സ്വാതിയുടെ മുറിയിലേക്ക് വന്നു. അപ്പോൾ സ്വാതി ഇങ്ങനെ അവിടെ ഉണ്ട്. അപ്പോൾ സേതുവിനെ കണ്ടപ്പോൾ ഇഷ്ടമല്ലാത്ത രീതിയിൽ ഇങ്ങനെ ഇറങ്ങി വന്നിങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. എന്ത് വേണം, എന്തിനാ വന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ആ ഇന്ദ്രൻ ശരിക്കും ആരാണെന്ന് നിനക്കറിയാവുന്നതല്ലേ എന്ന് ചോദിക്കുക. അവനൊരു മാനസിക രോഗിയാണെന്ന് പറയുമ്പോൾ എന്ന് ആരാ പറഞ്ഞത്, കൂട്ടുകാരിയാണോ എന്ന് സ്വാതി സേതുവിനോട് ചോദിക്കുക. അവരതങ്ങനെയല്ലേ പറയൂ, എന്നാലല്ലേ ചെയ്ത തെറ്റ് സ്വയം ന്യായീകരിക്കാൻ പറ്റൂ. അപ്പോൾ പല്ലവി പറഞ്ഞിട്ടല്ല ഇന്ദ്രൻ്റെ സ്വഭാവം ഞാൻ മനസ്സിലാക്കിയത്, എനിക്ക് നേരിട്ട് അനുഭവം ഉള്ളതുകൊണ്ടാണെന്ന് പറയുമ്പോൾ ശരി മാനസിക രോഗിയാണ്, അതുകൊണ്ടിപ്പോൾ എന്താ നീ അവനുമായിട്ട് അടുക്കുന്നത് ശരിയാവില്ല, അതെനിക്ക് ഇഷ്ടമല്ല എന്ന് നമ്മുടെ സേതു പറയുക. എത്ര അകന്ന് നിൽക്കാവോ അത്രയും ദൂരത്തായിരിക്കണം നീ അവനിൽ നിന്ന്. ഇതൊക്കെ എന്നോട് വന്ന് പറയാൻ നിങ്ങൾക്കിങ്ങനെ ധൈര്യം വന്നു എന്ന് സ്വാതി സേതുവിനോട് ചോദിക്കാം. ഞാൻ ആരോട് അടുക്കണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് നിങ്ങളാണോ എന്ന് ചോദിക്കുന്നു. അതൊക്കെ എൻ്റെ വ്യക്തിപരമായ ഇഷ്ടങ്ങളാണ്. എൻ്റെ പ്രൈവസിയിൽ കയറി ഇടപെടാൻ ഒരാളെയും ഞാൻ അനുവദിക്കില്ല എന്ന് സ്വാതി സേതുവിനോട് പറയണു. മാനസിക രോഗിയാണത്രേ, വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പറയണം സ്വാതിയെ.
നിങ്ങൾക്കൊന്നും ഞങ്ങളുടെ തലമുറയുടെ രീതികളും മനസ്സിലാക്കാനൊന്നും പറ്റില്ല. ഒരാണും പെണ്ണും ഒന്നും മിണ്ടിയ, ഒരുമിച്ച് ഇരുന്ന, ഒന്ന് തൊട്ട, ഒരുമിച്ച് സഞ്ചരിച്ച, ഒരു മുറിയിൽ താമസിച്ച, ആകാശമൊന്നും ഇടിഞ്ഞു വീഴില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു തലമുറ ഇവിടെ ഉണ്ടായി കഴിഞ്ഞു. അതിൽ പെടുന്നവളാ ഞാനും. പിന്നെ നിങ്ങളിപ്പോൾ മാനസിക രോഗി എന്ന് വിളിച്ച ഇന്ദ്രനും ഞാനും നല്ല ഫ്രണ്ട്സാ. അതിലൊരു മാറ്റവും ഉണ്ടാവില്ല, ആര് വിലക്കിയാലും. അപ്പം നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് മോളെ ഞാനാ പറയുന്നത്. അവൻ നിന്നെ ചതിക്കും, മനസ്സിലാക്കിക്കോ നീ. എന്നോട് അവന് നല്ല ദേഷ്യമുണ്ട്. അതുകൊണ്ട് ആ ദേഷ്യം അവൻ തീർക്കുന്നത് നിന്നെ വെച്ചിട്ടായിരിക്കും. അതിനാ അവൻ നിന്റെ കൂടെ അടുത്ത് കൂടിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെ അതിന് നിങ്ങൾക്കെന്താ എന്ന് സ്വാതി സേതുവിനോട് ചോദിക്കുക. എന്തൊക്കെ അവകാശങ്ങൾ പറഞ്ഞു വന്നാലും ഒരേട്ടൻ്റെ സ്ഥാനത്ത് നിങ്ങളെ സങ്കല്പിക്കാൻ എനിക്ക് ഒരിക്കലും പറ്റില്ല എന്ന് സ്വാതി അന്നേരം സേതുവിനോട് പറഞ്ഞു. അങ്ങനെ ഒരു വ്യാമോഹം മനസ്സിലുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് കഴുകി കളയുന്നതായിരിക്കും നല്ലത് എന്നും പറഞ്ഞ് എൻ്റെ അച്ഛന് പറ്റിയൊരു അബദ്ധം അതാ നിങ്ങൾ, അതൊക്കെ പറഞ്ഞുകൊണ്ട് സ്വാതി ഇങ്ങനെ വലിയ ഡയലോഗ് അടിക്കുന്നു. അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു സ്ഥാനമില്ല, മനസ്സിലായോ എന്ന് ചോദിച്ചു. അപമാനിച്ചിറക്കി വിടുക. മനസ്സിലായെങ്കിൽ മനസ്സിലായെന്ന് പറയണം, ഇല്ലെങ്കിൽ ഇല്ലെന്നും. മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ മനസ്സിലായി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സേതു അവിടെ നിന്ന് ഇറങ്ങിപ്പോവുക. നിങ്ങൾ എൻ്റെ സഹോദരനാണെന്ന് അവിടെ ആരും അറിയാൻ പാടില്ല എന്നൊക്കെ സേതുവിനോട് സ്വാതി വലിയ ഇത് പറയുക. പറഞ്ഞു എന്നെങ്ങാനും ഞാൻ അറിഞ്ഞാൽ പരസ്യമായിട്ട് എനിക്കത് നിഷേധിക്കേണ്ടി വരും. ഞാൻ നിഷേധിക്കും നിങ്ങളെ. ഓർമ്മയിരിക്കട്ടെ, നിങ്ങൾ ഓർത്തിരുന്നോളണമെന്ന് പറഞ്ഞു. എനിക്ക് നിങ്ങളെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അപ്പോൾ എന്നാൽ ഇറങ്ങിക്കോ. എൻ്റെ മുറിയിൽ അപരിചിതരെ അധിക നേരം ഞാൻ നിർത്താറില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വാതി ഷോയൊക്കെ അനുഭവിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള അഹങ്കാരമാണ് സ്വാതിയുടേത്. സ്വാതി അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. അങ്ങനെ ഇതൊക്കെ കേട്ട് നമ്മുടെ സേതു പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവൾ വാതിലൊരു ഒറ്റ അങ്ങോട്ട് അടച്ചു, കൊട്ടി അടച്ചു. അതിൽ മനം തൊന്നിരിക്കുന്ന സേതുവിൻ്റെ അരികിലേക്ക് നമ്മുടെ പല്ലവി ചെല്ലുക. എന്തു പറ്റി സേതു ഏട്ടാ, എന്താ ഒരു വിഷമം പോലെ? അപ്പോൾ സ്വാതി അങ്ങനെയൊക്കെ പറഞ്ഞത് കേട്ട് വിഷമമായോ എന്ന് ചോദിക്കണു. പ്രായം അതല്ലേ അവളുടെ, അതാ അവൾ അങ്ങനെയൊക്കെ പറഞ്ഞത്. അതൊന്നും സേതുവേട്ട മനസ്സിൽ വെക്കേണ്ട കേട്ടോ എന്ന് പല്ലവി സേതുവിനോട് പറയണു. അപകടത്തിലേക്കാണ് അവളുടെ പോക്ക് പല്ലവി. അത് ഓർക്കുമ്പോഴേ എനിക്ക് ശരിക്കും പേടിയാകുന്നുണ്ട് അവളുടെ കാര്യം ഓർക്കുമ്പോൾ. അപ്പോൾ വാശിയാ, സേതുവേട്ടനോടല്ല എന്നോടുള്ള വാശിയാണ് അവളെ കാണിക്കുന്നത്. വഴക്കു പറയുമ്പോൾ അത് വാശി കൂടുകയും ചെയ്യും. സ്നേഹത്തോടെ വേണം നമ്മളെ തിരുത്താൻ, എങ്കിലേ അവളെ നേർവഴിക്ക് കൊണ്ടുവരാനായിട്ട് പറ്റൂ എന്ന് പല്ലവി സേതുവിനോട് പറഞ്ഞു കൊടുക്കുന്നു. ഇതൊക്കെ കേട്ട് സേതു ഇങ്ങനെ ആകെ ധർമ്മസങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഏത് രീതിയിൽ അനിയത്തെ തിരുത്തണമെന്നറിയാതെ. ഞാൻ ഏട്ടനാണെന്ന് പോലും പറയാൻ അവൾക്ക് ഇഷ്ടക്കുറവാണ്. അത് കോളേജിൽ പറയരുതെന്ന് അവൾ പറഞ്ഞിരിക്കുന്നത്. അവളങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുമെന്നും. പിന്നെ എത്ര തവണ ഞാനിതൊക്കെ കേട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സേതു തൻ്റെ മനസ്സിൽ ഇങ്ങനേതായിട്ടുള്ള കാര്യങ്ങൾ പറയുക. അപ്പം അച്ഛനും അമ്മയും ഇല്ലാത്ത മക്കളെ ആരും അംഗീകരിക്കില്ല പല്ലവി എന്ന് സേതു എന്നിട്ട് പല്ലവിയോട് പറഞ്ഞു. ഭൂമിക്ക് ശാപമായിട്ട് ഇങ്ങനെ ജീവിക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ മരിക്കുന്നത് വരെ. അപ്പം അങ്ങനെയൊന്നും സേതുവേട്ടൻ പറയരുത് സേതുവേട്ട. സേതുവേട്ടനെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ഈ വീട്ടിൽ. സ്വാതിയും അവളുടെ തെറ്റൊരിക്കലും മനസ്സിലാക്കും, അത് തിരുത്തും, 100% ഉറപ്പാണ്. ഈ ഏട്ടൻ്റെ സ്നേഹം മനസ്സിലായില്ലെങ്കിൽ പിന്നെ ഈ ജീവിതം എന്ന് പറയുന്നതിന് എന്താ അർത്ഥമുള്ളത്? എല്ലാം ശരിയാകും സേതുവേട്ടൻ വിഷമിക്കല്ലേ, അല്ലെങ്കിൽ സേതുവേട്ടൻ നോക്കിക്കോ എന്നും പറഞ്ഞ് പല്ലവി ഇങ്ങനെ സേതുവിന് പോസിറ്റീവ് മൈൻഡ് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എച്ചിലെടുത്തോ അല്ലെങ്കിൽ പന്തൽ കെട്ടിയോ എങ്ങനെ എന്തും ചെയ്ത് ഞാൻ ജീവിച്ചേനെ. പക്ഷേ അവർക്കൊന്നും വരരുത്, അവർക്കൊരാപത്തും വരാൻ ഞാൻ സമ്മതിക്കത്തില്ല പല്ലവി എന്നും പറഞ്ഞ് ഇവരിങ്ങനെ നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് പൂർണിമ വരുന്നത്. ഇവരുടെ സംസാരം കേട്ട് സേതുവും പല്ലവിയും കൂടെ രഹസ്യമായി പറയുന്ന കാര്യങ്ങൾ കേട്ട് പൂർണിമ ഞെട്ടിപ്പോയിട്ടോ. പൂർണിമ ഇങ്ങനെ അന്തം വിട്ട് വന്ന് നോക്കി നിൽക്കുക. ഇത്രയും നല്ല മനസ്സിനുടമകളായിട്ടുള്ള ആ ഒരു ഇത്. അപ്പം മകൾ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളൊക്കെ പൂർണിമയെ അറിഞ്ഞു. അങ്ങനെ പൂർണിമ ഇത് കേട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ സേതു പൂർണിമയുടെ അടുത്തേക്ക് ചെന്നു. പൂർണിമയാണ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കാം. അപ്പോൾ പൂർണിമാമയെ വിഷമിപ്പിച്ചതിൻ്റെയൊക്കെയാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത് എന്ന് സേതു എന്നിട്ട് പൂർണിമയോട് പറയണം. സ്വന്തം അമ്മയെ തേടി നടന്നവൻ മറ്റൊരമ്മയെ നോവിച്ചു. സാരമില്ല, ഞാൻ അനുഭവിച്ചോളാം പൂർണിമാമേ. കാലത്തിൻ്റെ തിരിച്ചടിയായത്. അങ്ങനെ വേണം ഇതിനെ കാണാൻ എന്ന് പറഞ്ഞപ്പം സേതു നിന്നെ എല്ലാവരും തിരിച്ചറിഞ്ഞൊരു ദിവസം വരും മോനെ, നീ അതോർത്ത് വിഷമിക്കേണ്ടെന്നും പറഞ്ഞുകൊണ്ട് പൂർണിമ അന്നേരം സമാധാനിപ്പിക്കുന്ന സേതുവിനെ. അത് പല്ലവിയും പറഞ്ഞു എന്ന് സേതു അന്നേരം പറയാം. വരുമായിരിക്കും അല്ലേ പൂർണിമാമേ എന്നും പറഞ്ഞുകൊണ്ട് സേതു ഇങ്ങനെ നിൽക്കുന്നു. കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണെന്നൊക്കെ പറഞ്ഞു.
എത്ര കാലം വേണമെങ്കിൽ ഞാൻ കാത്തിരിക്കാം. എൻ്റെ അനിയത്തിമാർ എന്തെങ്കിലും ഒന്ന് മാറിയാൽ മതിയെന്ന് പറഞ്ഞപ്പോൾ എല്ലാം ശരിയാകും മോനെ, ഇനി നിൻ്റെ ദിവസങ്ങളിലല്ലേ വരാൻ പോകുന്നത് എന്ന് ചോദിച്ചു. അച്ചുവിൻ്റെ കല്യാണം നല്ലതുപോലെ നടത്തണമെന്നൊക്കെ ഇങ്ങനെ പൂർണിമ പറഞ്ഞു. ഇത് കേട്ട് ഇങ്ങനെ പല്ലവിയൊക്കെ വിഷമിച്ച് നിൽക്കുക. മാധവേട്ടൻ്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെങ്കിൽ അതും നീങ്ങണമെന്നുള്ള കാര്യങ്ങളും നമ്മുടെ പൂർണിമ സേതുവിനോട് പറയണം. പിന്നെ പല്ലവിക്ക് ഡിവോഴ്സ് കിട്ടണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകണമെന്നൊക്കെ പറഞ്ഞപ്പോൾ പല്ലവി ഇങ്ങനെ ഒന്തം വിട്ട് നോക്കി ഇങ്ങനെ നിൽക്കുക. എൻ്റെ നിഴലായി തന്നെ നീ എന്നും എൻ്റെ കൂടെ ഉണ്ടാകണമെന്നും അമ്മ പറയണം. അതിന് പല തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതെല്ലാം കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ച് മുന്നോട്ട് പോകണം. അതൊക്കെ എൻ്റെ മോന് മനസ്സിലായോ എന്ന് ചോദിച്ചു. ഇതൊക്കെ കേട്ട് പല്ലവി ഇങ്ങനെ നോക്കി നിൽക്കുക. വലിയ ലക്ഷ്യങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്, അതൊക്കെ നേടണ്ടേ നമുക്ക് എന്ന് പൂർണിമ സേതുവിനോട് ചോദിച്ചു. സമാധാനമായിട്ടിരിക്കുക, ഈ അമ്മയുണ്ടല്ലോ നിൻ്റെ കൂടെ, പിന്നെ എന്തിനാ നീ വിഷമിക്കുന്നേ? നീ ഒരിക്കലും തനിച്ചല്ല സേതു, ഈ അമ്മയുണ്ട്, ഞങ്ങളുണ്ട് നിൻ്റെ ഇടവും വലവും നിൽക്കാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സേതു ചീറപ്പായി. മതി, അത്രയും മതി, എനിക്ക് അത്രയും മാത്രം കേട്ടാൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എന്നിട്ട് പറയുവാണേ അന്നേരമേ, ഇനി ഒന്നിനും എന്നെ പിന്തിരിപ്പിക്കാനായിട്ട് കഴിയില്ല പൂർണിമാമ. ഇനി പൂർണിമാമ കല്യാണത്തിൻ്റെ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി, ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാവെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സേതു ഇങ്ങനെ നല്ല ഹാപ്പി ആയിട്ട് അവിടെ നിന്ന് പോകുമ്പോൾ പൂർണിമയും അതുപോലെ തന്നെ പല്ലവിയും കൂടി ഇങ്ങനെ സമാധാനത്തോടെ നോക്കി നിൽക്കുന്നു. ആ ഒരു ഇതൊക്കെ അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നന്ദി.